പരീക്ഷാ ക്രമക്കേടുകളിൽ കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ഇന്നും ചർച്ച തുടരും. ഇന്ന് എന്തായാലും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കും. കൂടുതൽ വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഇന്നലെ 9 മണിക്കൂറിലധികം നീണ്ട ചർച്ചയിൽ ശക്തമായ വാദപ്രതിവാദങ്ങളാണ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ നടത്തിയത്. ഇന്നും അത് തന്നെയായിരിക്കുമല്ലേ ഒരവസ്ഥ? ഐശ്വര്യ, ഇന്നലെ 2 മണിയോടുകൂടിയാണ് ലോക്സഭയിൽ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ച ആരംഭിച്ചത്. രാത്രി 11 മണി വരെ ചർച്ച നീണ്ടുപോയി. 9 മണിക്കൂറോളം ചർച്ച നീണ്ടുപോയി. എങ്കിൽ പോലും ഇനിയും കക്ഷി നേതാക്കൾ സംസാരിക്കാനുള്ളതിനാൽ ഇന്ന് വീണ്ടും ചർച്ച തുടരാമെന്ന് അറിയിച്ചുകൊണ്ടാണ് ലോക്സഭ പിരിഞ്ഞത്. അതുകൊണ്ട് ഇന്ന് ലോക്സഭയിൽ വീണ്ടും ബില്ലിന്മേലുള്ള ചർച്ച പുരോഗമിക്കും. ഐശ്വര്യ ചൂണ്ടിക്കാട്ടിയതുപോലെ ശക്തമായ വാദപ്രതിവാദമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് നീറ്റ് പരീക്ഷാ ക്രമക്കേടും അതുമായി ബന്ധപ്പെട്ട സമരങ്ങളുമെല്ലാം വലിയ രീതിയിൽ ചർച്ചയാകുന്ന പശ്ചാത്തലത്തിൽ ഭരണപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തിയും കഴിഞ്ഞ കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്ത് വന്ന വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയുമാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് അംഗങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്ത് വന്ന പരീക്ഷാ ക്രമക്കേടുകൾ, ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വലിയ രീതിയിൽ കോൺഗ്രസിനെ വിമർശിക്കുകയുണ്ടായി. അതേസമയം നിലവിൽ പരീക്ഷാ ക്രമക്കേട് നടത്തുന്ന മാഫിയയെ തടയാനോ നിയന്ത്രിക്കാനോ സർക്കാരിന് സാധിക്കുന്നില്ല എന്ന വിമർശനമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നത്. ചർച്ചയ്ക്കിടെയും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിക്കെതിരെ പ്രിയങ്ക ഗാന്ധി വ്യക്തിപരമായി നടത്തിയിട്ടുള്ള വിമർശനങ്ങൾ സഭാരേഖയിൽ നിന്ന് നീക്കണം എന്ന ആവശ്യവും ഭരണപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ന് ചർച്ച തുടരും. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കും. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്തിരുന്നില്ല. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ളവരും ഇന്ന് സഭയിലെത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. ചർച്ചകൾക്ക് ശേഷം ബില്ല് സഭ ഐക്യകണ്ഠേന പാസാക്കുമോ എന്നാണ് നോക്കിക്കാണേണ്ടത്. കാരണം വിദ്യാർത്ഥികളുടെ ആശങ്ക ഉൾപ്പെടെ പരിഹരിക്കുന്നതിനും ഒപ്പം പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിനും അതിന് കർശനമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനുമാണ് ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ബില്ല് പ്രതിപക്ഷം കൂടി പിന്തുണച്ചുകൊണ്ട് ഐക്യകണ്ഠേന പാസാക്കുമോ എന്ന് നോക്കിക്കാണണം. അതല്ലെങ്കിൽ പോലും ബില്ല് പാസാക്കാനുള്ള ഭൂരിപക്ഷം നിലവിൽ കേന്ദ്ര സർക്കാരിനുണ്ട്. അതുകൊണ്ട് ചർച്ചകൾക്ക് ശേഷം ലോക്സഭയിൽ നടപടി ഉണ്ടാകും എന്നുള്ളതും ഏറെ നിർണായകമാകും.